ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 5 സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മിഡീവിയൽ ഇന്ത്യ എന്ന ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. 9ാം ക്ലാസ് ചാപ്റ്റർ 5 സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മിഡീവിയൽ ഇന്ത്യ ലെറ്റസ് അസസ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let us assess. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദി ഡെവലപ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ ഹെൽപ്പ് ദി എക്കണോമിക് പ്രോഗ്രസ് ഓഫ് മിഡീവിയൽ ഇന്ത്യ ഇവാലുവേറ്റ്? എന്താ അതിൻ്റെ അർത്ഥം വരുന്നത്? മിഡീവിയൽ ഇന്ത്യ എന്ന് വെച്ചാൽ എന്താണ്? മധ്യകാല ഇന്ത്യ. മധ്യകാല ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയെ കാർഷിക മേഖലയുടെ വളർച്ച എങ്ങനെയെല്ലാം സഹായിച്ചു എന്ന് വിശദീകരിക്കാനാണ്, വിലയിരുത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? മധ്യകാല ഇന്ത്യയുടെ, അതായത് മിഡീവിയൽ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയെ കാർഷിക മേഖലയുടെ, അതായത് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ വളർച്ച എങ്ങനെയെല്ലാം സഹായിച്ചു. നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. നോക്കിയോ, ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഒന്നാമത്തെ പോയിന്റ് വരുന്നത്, ലാർജ് സ്കെയിൽ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ഹെൽപ്ഡ് അറ്റൈനിങ് ഫുഡ് സെക്യൂരിറ്റി. എന്താ അതിൻ്റെ അർത്ഥം? വലിയ തോതിലുള്ള വിളകളുടെ കൃഷി ഭക്ഷ്യ സുരക്ഷ കൈവരിക്കാനായിട്ട് സഹായിച്ചു. സെക്കൻഡ് പോയിന്റ്, ആസ് എ പാർട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇംപ്രൂവ്ഡ് ഇൻ ദി കൺട്രി. അതായത് കാർഷിക പുരോഗതിയുടെ, അഗ്രികൾച്ചർ പ്രോഗ്രസിൻ്റെ ഭാഗമായി രാജ്യത്ത് ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. ഇറിഗേഷൻ ഫെസിലിറ്റി എന്ത് ചെയ്തു? മെച്ചപ്പെട്ടു. മൂന്നാമത്തെ എന്താണ്? സെവറൽ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് വെയർ ഡെവലപ്ഡ് ഇൻ മിഡീവിയൽ ഇന്ത്യ. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളെ, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിനെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി വ്യവസായങ്ങൾ മിഡീവിയൽ ഇന്ത്യയിൽ, മധ്യകാല ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തു. ഇനി അടുത്ത നാലാമത്തെ എന്താണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വേവിംഗ് ആൻഡ് സ്പിന്നിങ്, ഹാൻഡിക്രാഫ്റ്റ്, മെറ്റലർജി ആൻഡ് മൈനിങ് ഫ്ലോറിഷ്ഡ് ഇൻ ഇന്ത്യ ലീഡിങ് ടു എക്കണോമിക് പ്രോസ്പെരിറ്റി. എന്ന് വെച്ചാൽ എന്തുവാണ്? ടെക്സ്റ്റൈൽ വ്യവസായം, നെയ്ത്ത്, സ്പിന്നിങ്, കരകൗശല വസ്തുക്കൾ, ലോഹനിർമ്മാണം, ഖനനം എന്നിവ ഇന്ത്യയിൽ അഭിവൃദ്ധി പ്രാപിച്ചു. ഇനി അടുത്തത്, സർപ്ലസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഹെൽപ്പ് ദി ഗ്രോത്ത് ഓഫ് കൊമേഴ്സ് ആൻഡ് ട്രേഡ്. എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? മികച്ച കാർഷിക ഉൽപ്പാദനം വാണിജ്യത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും എന്തിനെ സഹായിച്ചു? ഗ്രോത്ത്, വളർച്ചയെ സഹായിച്ചു. എന്തിൻ്റെയൊക്കെയാണ്? കൊമേഴ്സ് ആൻഡ് ട്രേഡ്, അതായത് വാണിജ്യത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വളർച്ചയെ സഹായിച്ചു. ലാസ്റ്റ് വൺ വരുന്നത്, ട്രേഡ് സെൻറ്റേഴ്സ് ആൻഡ് പാർട്സ് വെയർ ഡെവലപ്ഡ്. അതത്ര ക്ലിയർ അല്ലാന്ന് തോന്നുന്നു അല്ലേ? ട്രേഡ്, TRADE, സെൻറ്റേഴ്സ്, CENTERS ആൻഡ് AND, പാർട്സ്, PARTS. പാർട്സ് അല്ല കേട്ടോ, പോർട്സ് ആണ്, തുറമുഖങ്ങൾ എന്നുള്ള വരുന്നത്. PORTS, വെയർ, WERE, ഡെവലപ്ഡ്, DEVELOPED. അത് ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ സ്പെല്ലിങ് പറഞ്ഞത്. നോക്കിയേ, ട്രേഡ് സെൻറ്റേഴ്സ് ആൻഡ് പോർട്സ് വെയർ ഡെവലപ്ഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? വ്യാപാര കേന്ദ്രങ്ങളും തുറമുഖങ്ങളും വികസിപ്പിച്ചെടുത്തു. ഇതാണ് എന്തിൻ്റെ ആൻസറായിട്ട് വരുന്നത്? മധ്യകാല ഇന്ത്യ അഥവാ മിഡീവിയൽ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയിൽ കാർഷിക മേഖലയുടെ വളർച്ച എങ്ങനെയെല്ലാം സഹായിച്ചു എന്നുള്ളതിൻ്റെ ആൻസർ വരുന്നത്. ഒന്നോടെ വായിക്കാം. Large scale cultivation of crops helped attaining food security. As a part of agricultural progress, irrigation facilities improved in the country. Several industries based on agricultural products were developed in medieval India. Textile industry, weaving and spinning, handicrafts, metallurgy and mining flourished in India, leading to economic prosperity. Surplus agriculture production helped the growth of commerce and trade. Last one, trade centers and ports were developed. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. മലയാളത്തിലുള്ള ഒന്നോടെ പറയാം. വലിയ തോതിലുള്ള വിളകളുടെ കൃഷി ഭക്ഷ്യസുരക്ഷ കൈവരിക്കാനായിട്ട് സഹായിച്ചു. സെക്കൻഡ് പോയിന്റ്, കാർഷിക പുരോഗതിയുടെ ഭാഗമായി
രാജ്യത്ത് ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിരവധി വ്യവസായങ്ങൾ മിഡീവിയൽ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തു. നാലാമത്തെ പോയിന്റ് വരുന്നത് ടെക്സ്റ്റൈൽ വ്യവസായം, നെയ്ത്ത്, സ്പിന്നിംഗ്, കരകൗശല വസ്തുക്കൾ, ലോഹ നിർമ്മാണം, ഖനനം എന്നിവ ഇന്ത്യയിൽ എന്ത് ചെയ്തു? അഭിവൃദ്ധി പ്രാപിച്ചു. അഞ്ചാമത്തെ പോയിന്റ് മികച്ച കാർഷിക ഉൽപാദനം വാണിജ്യത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും വളർച്ചയെ സഹായിച്ചു. ലാസ്റ്റായിട്ട് വ്യാപാര കേന്ദ്രങ്ങളും തുറമുഖങ്ങളും എന്ത് ചെയ്തു? വികസിപ്പിച്ചെടുത്തു. ഇതാണ് ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വെയർ ദി മേജർ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ഇന്ത്യൻസ് ഡ്യൂറിങ് ദി സുൽത്താനേറ്റ് ആൻഡ് ദി മുഗൾ പീരീഡ്സ്? എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? എന്താണ്? അതായത് സുൽത്താനേറ്റ് അതായത് മുഗൾ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന ജീവിത ഉപാധി എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കുക. ലൈവ്ലിഹുഡ് എന്താണ്? ലൈവ്ലിഹുഡ് എന്ന് വെച്ചാൽ എന്താണ്? ജീവിത ഉപാധികൾ. ആ സമയത്തെ ഏത് സമയത്തെയാ? മുഗൾ കാലഘട്ടത്തിൽ. സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന ജീവിത ഉപാധി എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കുക. വാട്ട് വെയർ ദി മേജർ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് ഓഫ് ഇന്ത്യൻസ് ഡ്യൂറിങ് ദി സുൽത്താനേറ്റ് ആൻഡ് ദി മുഗൾ പീരീഡ്? എന്താണ് അതിൻ്റെ ആൻസർ വരിക? നമുക്ക് നോക്കാം. ഒന്നാമത്തെ വരുന്നത് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് വരുന്നത് ഫോർമിംഗ്. ഫോർമിംഗ് എന്ന് വെച്ചാൽ എന്തുവാണ്? രൂപീകരിക്കുന്നു. സെക്കൻഡ് വൺ കൺസ്ട്രക്ഷൻ ഫോർ ഫാമിംഗ് പർപ്പസ്. എന്താണ്? ഫാമിംഗ് എന്ന് വെച്ചാൽ കൃഷി അല്ലേ? കൺസ്ട്രക്ഷൻ ഫോർ ഫാമിംഗ് പർപ്പസ് എന്ന് വെച്ചാൽ എന്താ? കൃഷി ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണം. മൂന്നാമത്തെ പോയിന്റ് ഹാൻഡിക്രാഫ്റ്റ്. അത് നമുക്കറിയാലോ. എന്താണ്? കരകൗശല വസ്തുക്കൾ. നാലാമത്തെ പോയിന്റ് സ്പിന്നിങ് ആൻഡ് വേവിങ് എന്ന് വെച്ചാൽ എന്തുവാ? സ്പിന്നിങ്ങും നെയ്ത്തും. അടുത്തത് മെറ്റലർജി ആൻഡ് മൈനിങ്. മെറ്റലർജിയും പിന്നെന്താണ്? മൈനിങ് എന്ന് വെച്ചാൽ എന്താണ്? ഖനനം. അടുത്തത് ലാസ്റ്റ് വൺ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. എന്താണ്? വ്യാപാരവും വ്യവസായവും. ഇതിൻ്റെ ഏകദേശം ഇതേപോലെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലും ഇതെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? ഈ പോയിന്റ്സുകളെല്ലാം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഒന്നാമത്തെ ഫോമിംഗ്, സെക്കൻഡ് വൺ കൺസ്ട്രക്ഷൻ ഫോർ ഫാമിംഗ് പർപ്പസ്, തേർഡ് വൺ ഹാൻഡിക്രാഫ്റ്റ്, ഫോർത്ത് വൺ സ്പൈനിങ് ആൻഡ് വേവിങ്, ഫിഫ്ത്ത് വൺ മെറ്റലർജി ആൻഡ് മൈനിങ്, ലാസ്റ്റ് വൺ ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഏതിൻ്റെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന ജീവിത ഉപാധി എന്തൊക്കെയായിരുന്നു എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ How far did the invention of new technologies help the progress in occupational and industrial sectors? എന്ന് വെച്ചാൽ എന്തോ ക്വസ്റ്റ്യൻ്റെ അർത്ഥം വരുന്നത്? അതായത് പുതിയ സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തം തൊഴിൽ വ്യവസായ രംഗങ്ങളിലെ പുരോഗതിയെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് വിശകലനം ചെയ്യുക. എന്താണ്? പുതിയ സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തം, ന്യൂ ടെക്നോളജീസിൻ്റെ കണ്ടുപിടുത്തം, ഇൻവെൻഷൻ തൊഴിൽ വ്യവസായ മേഖലകളെ, അതായത് ഒക്കുപ്പേഷണൽ ആൻഡ് ഇൻഡസ്ട്രി സെക്ടറിനെ എത്രത്തോളം പുരോഗതി ഉണ്ടാക്കി, എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വിശകലനം ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. അത് ഇച്ചിരി വലിയ ആൻസറാണ് കേട്ടോ. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് സെവറൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഇൻവെൻഷൻ ടുക്ക് പ്ലേസ് ഇൻ മിഡീവിയൽ പീരീഡ്. എന്ന് വെച്ചാൽ എന്താണ്? മിഡീവിയൽ പീരീഡ് അതായത് മധ്യകാലഘട്ടത്തിൽ നിരവധി സാങ്കേതിക മുന്നേറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നു. ചക്ര വാസ് ദി കീ ഫാക്ടർ ദാറ്റ് ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. തുണി വ്യവസായം അഥവാ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വികസനത്തിന് സഹായമായ പ്രധാന ഘടകമാണെന്ത്? ചർക്ക. ചർക്ക എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഗാർഹിക സ്പൈനിങ് വീലാണ് എന്താണ് ചർക്ക എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് വാസ് ഇൻ ദി 14th century ദാറ്റ് ചർക്ക ബിഗാൻ
began to be used in India. 14-ാം നൂറ്റാണ്ട് അഥവാ 14th സെഞ്ച്വറിയിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത്. Indians adopted in this technology from the Chinese. With the advent of charkha, the production of yarn increased by 6 times. എന്താ പറഞ്ഞിരിക്കുന്നത്? ചൈനക്കാരിൽ നിന്നാണ് ഇന്ത്യക്കാർ ഈ സാങ്കേതിക വിദ്യ സ്വീകരിച്ചത്. ചർക്കയുടെ വരവോടെ നൂലിൻ്റെ എന്നുവെച്ചാൽ യാൺ നൂലിൻ്റെ ഉൽപ്പാദനം 6 ഇരട്ടിയായിട്ട് 6 ടൈംസ് ആയിട്ട് എന്ത് ചെയ്തു? വർദ്ധിച്ചു. അപ്പോൾ എന്താണ് ആ പാരഗ്രാഫ് വരുന്നത്? സെവറൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഇൻവെൻഷൻ ടുക്ക് പ്ലേസ് ഇൻ മിഡീവിയൽ പീരീഡ്. Charkha was the key factor that facilitated the development of textile industry. It was in the 14th century that charkha began to be used in India. Indians adopted this technology from the Chinese. With the advent of charkha, the production of yarn increased by 6 times. എന്താ അർത്ഥം വരുന്നത്? മിഡീവിയൽ ഇന്ത്യയിൽ അതായത് മധ്യകാലഘട്ടത്തിൽ നിരവധി സാങ്കേതിക മുന്നേറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും നടന്നു. തുണി വ്യവസായം അഥവാ ടെക്സ്റ്റൈൽ വ്യവസായത്തിൻ്റെ വികസനത്തിന് സഹായമായ പ്രധാന ഘടകം ഏതാണ്? ചർക്കയായിരുന്നു. ഈ 14-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയത്. ചൈനക്കാരിൽ നിന്നാണ് ഇന്ത്യക്കാർ ഈ സാങ്കേതികവിദ്യ ചർക്ക അത് സ്വീകരിച്ചത്. ചർക്കയുടെ വരവോടെ നൂലിൻ്റെ യാണിൻ്റെ ഉൽപ്പാദനം എത്ര ഇരട്ടിയായിട്ട് വർദ്ധിച്ചു? 6 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതെല്ലാം ഇതിൻ്റെ ആൻസർ തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത പാരഗ്രാഫ്. വേവിങ് ഓൾസോ അഡ്വാൻസ്ഡ് എലോങ് വിത്ത് സ്പൈനിങ് എന്ന് വെച്ചാൽ എന്താണ്? നൂൽക്കുന്നതും ോടൊപ്പം എന്തും മുന്നേറി? നെയ്ത്തും മുന്നേറി. വേവിങ് ഓൾസോ അഡ്വാൻസ്ഡ് എലോങ് വിത്ത് സ്പൈനിങ്. നൂൽക്കുന്നതിനോടൊപ്പം നെയ്ത്തും മുന്നേറി. ദ ഇൻവെൻഷൻ ഓഫ് ലൂം ബ്രോട്ട് ട്രെമൻഡസ് ചേഞ്ചസ് ഇൻ വേവിങ്. അതായത് തറിയുടെ കണ്ടുപിടുത്തം നെയ്ത്ത് രംഗത്ത് ലൂമിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നെയ്ത്ത് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദ ടെക്നോളജി ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് വോംസ് ഓൾസോ വൈഡ്ലി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. പട്ടുനൂൽ വിരകളിൽ നിന്നും പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും ആ കാലഘട്ടത്തിൽ പ്രചരിച്ചു. ഇറ്റ് വാസ് ബംഗാൾ ദാറ്റ് പയനേർഡ് the production of silk in the 14th century. പിന്നെ 14-ാം നൂറ്റാണ്ടിൽ അഥവാ 14th സെഞ്ച്വറിയിൽ പട്ടുനൂൽ ഉൽപ്പാദനത്തിന് തുടക്കം ഇട്ടത് ആരായിരുന്നു? ബംഗാളായിരുന്നു. ദ പ്രൊഡക്ഷൻ ഓഫ് കാർപ്പറ്റ് ആൻഡ് പേപ്പർ വെയർ അതർ മേജർ ഹാൻഡിക്രാഫ്റ്റ് പ്രിവലൻറ്റ് ദെൻ. അതായത് പരവതാനി, കാർപ്പറ്റ്, പേപ്പർ, പരവതാനിയുടെയും പേപ്പറിൻ്റെയും നിർമ്മാണമാണ് ആ കാലത്ത് പ്രബലമായ മറ്റ് പ്രധാന കരകൗശല വസ്തുക്കൾ ആയിരുന്നു. There was a great demand for Indian carpet in the foreign market. ഇന്ത്യൻ കാർപ്പറ്റുകൾക്ക് വിദേശ വിപണിയിൽ അഥവാ ഫോറിൻ മാർക്കറ്റിൽ വലിയ ഡിമാൻഡായിരുന്നു എന്നാണ് ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം വരുന്നത്. ഒന്നോടെ പറയാം. വേവിങ് ഓൾസോ അഡ്വാൻസ്ഡ് എലോങ് വിത്ത് സ്പിന്നിങ്. ദ ഇൻവെൻഷൻ ഓഫ് ലൂം ബോട്ട് ട്രമൻഡസ് ചേഞ്ചസ് ഇൻ വേവിങ്. ദ ടെക്നോളജി ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക് ഫ്രം സിൽക്ക് worms also widely during that period. It was Bengal that pioneered the production of silk in the 14th century. The production of carpet and paper were other major handicraft prevalent then. There was great demand for Indian carpets in the foreign market. ഒന്നോടെ അതിൻ്റെ അർത്ഥം പറയാം. നൂൽക്കുന്നതിനോടൊപ്പം നെയ്ത്തും മുന്നേറി. ലൂമിൻ്റെ കണ്ടുപിടുത്തം നെയ്ത്ത് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ലൂമിൻ്റെ കണ്ടുപിടുത്തം. പിന്നെ പട്ടുനൂൽ വിരകളിൽ നിന്നും അതായത് ഇപ്പോൾ സിൽക്ക് വോമിൽ നിന്നും സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ആ കാലഘട്ടത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചു.
പ്രചരിച്ചു. ഇനി 14th സെഞ്ച്വറിയിൽ സിൽക്ക് ഉൽപാദനത്തിന് പട്ടുനൂല് ഉൽപാദനത്തിന് തുടക്കമിട്ടത് ആരായിരുന്നു? ഏത് രാജ്യക്കാരായിരുന്നു? ബംഗാളായിരുന്നു. പിന്നെ കാർപ്പറ്റിൻ്റെയും പേപ്പറിൻ്റെയും നിർമ്മാണം ആ കാലത്ത് പ്രബലമായ മറ്റൊരു കരകൗശല വസ്തുക്കളായിരുന്നു, ഹാൻഡിക്രാഫ്റ്റ് ആയിരുന്നു. ഏതൊക്കെ? പേപ്പറും കാർപ്പറ്റ്സും. പിന്നെ ഇന്ത്യൻ കാർപ്പറ്റുകൾക്ക് ഫോറിൻ മാർക്കറ്റിൽ വലിയ ഡിമാൻഡായിരുന്നു. ഇതാണ് ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. Those who were engaged in metallurgy mostly produced the agricultural tools and war equipments. എന്ന് വെച്ചാൽ എന്തുവാ? ലോഹ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവർ കൂടുതലും കാർഷിക ഉപകരണങ്ങളും യുദ്ധ ഉപകരണങ്ങളും നിർമ്മിച്ചു. The production of horseshoe and iron strip made drastic changes in war technology. എന്ന് വെച്ചാൽ എന്താണ്? കുതിരപ്പട, ഇരുമ്പ് സ്റ്റിറപ്പ് എന്നിവയുടെ ഉൽപാദനം യുദ്ധ സാങ്കേതിക വിദ്യയിൽ സമൂല മാറ്റങ്ങൾ നടത്തി. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? കോപ്പർ ആൻഡ് ജേംസ് വെയർ മൈൻഡ് ഫ്രം രാജസ്ഥാൻ ആൻഡ് ഗോൾക്കൊണ്ട റെസ്പെക്റ്റീവ്ലി. എന്ന് വെച്ചാൽ രാജസ്ഥാനിൽ നിന്നും ഗോൾക്കൊണ്ടയിൽ നിന്നും യഥാക്രമം കോപ്പർ ചെമ്പും രത്നവും ഖനനം ചെയ്തു. പിന്നെ അടുത്തത് സോൾ പ്രൊഡക്ഷൻ വാസ് ദി അനദർ ഇമ്പോർട്ടൻറ്റ് ഒക്കുപ്പേഷൻ ദാറ്റ് ത്രീവ്ഡ് മച്ച് ഇൻ ദിസ് പീരീഡ്. എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഈ പീരീഡിൽ വളരെയധികം അഭിവൃദ്ധിപ്പെട്ട മറ്റൊരു തൊഴിലായിരുന്നു എന്ത്? സോൾട്ട് പ്രൊഡക്ഷൻ, ഉപ്പിൻ്റെ ഉൽപാദനം. പിന്നെ അടുത്ത പറഞ്ഞിരിക്കുന്നത് സീഷോർ സോൾട്ട് റോക്സ് ആൻഡ് സോൾട്ട് ലേക്സ് വെയർ ദ മേജർ സോഴ്സ് ഓഫ് സോൾട്ട്. എന്തൊക്കെയാണ്? കടൽ തീരം, സീഷോർ എന്ന് വെച്ചാൽ കടൽ തീരം, പിന്നെ സോൾട്ട് റോക്ക് ഉപ്പുപാറകൾ, പിന്നെ ആൻഡ് സോൾട്ട് ലേക്ക് ഉപ്പ് തടാകങ്ങൾ, വെയർ ദി മേജർ സോഴ്സ് ഓഫ് സോൾട്ട് ഇതെല്ലാം ഉപ്പിൻ്റെ എന്തായിരുന്നു? പ്രധാന ഉറവിടങ്ങളായിരുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നോടെ പറയാം. ദോസ് ഹു വെയർ എൻഗേജ്ഡ് ഇൻ മെറ്റലർജി മോസ്റ്റ്ലി പ്രൊഡ്യൂസ്ഡ് അഗ്രികൾച്ചറൽ ടൂൾസ് ആൻഡ് വാർ എക്യുപ്മെൻറ്റ്സ്. ദ പ്രൊഡക്ഷൻ ഓഫ് horseshoe and iron stirrup made drastic changes in war technology. Copper and gems were mined from Rajasthan and Golconda respectively. നേരത്തെ പറഞ്ഞു കോപ്പറും ജെയിംസും, ഞാൻ മൈൻഡ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. കോപ്പറും രത്നവും, കോപ്പർ ആൻഡ് ജെയിംസ് വെയർ മൈൻഡ് എന്ന് വെച്ചാൽ ഖനനം ചെയ്യുക. എവിടെ നിന്നാണ്? രാജസ്ഥാനിൽ നിന്നും ഗോൾക്കൊണ്ടയിൽ നിന്നുമായിരുന്നു ഖനനം ചെയ്തിരുന്നത് രത്നവും ചെമ്പും, കോപ്പർ ആൻഡ് ജെംസ് റെസ്പെക്റ്റീവ്ലി. സോൾ പ്രൊഡക്ഷൻ വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഒക്കുപ്പേഷൻ ദാറ്റ് ത്രീവ്ഡ് മച്ച് ഇൻ ദിസ് പീരീഡ്. സീഷോർ, സോൾട്ട് റോക്സ് ആൻഡ് സോൾട്ട് ലേക്ക് വെയർ ദി മേജർ സോഴ്സ് ഓഫ് സോൾട്ട്. ലാസ്റ്റത്തെ ലൈൻ അത്ര ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നല്ലേ? ലാസ്റ്റത്തെ ലൈൻ വരുന്നത് സോൾട്ട് ലേക്സ് വെയർ ദ MAJOR മേജർ, SOURCE സോഴ്സ്, OFOF SALT സോൾട്ട്. ഇതാണ് ലാസ്റ്റ് ലൈനിൽ വരുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഹൗ ഫാർ ദ ഇൻവെൻഷൻ 2, 3, 4 അല്ല, അത് നമ്മളിപ്പം പറഞ്ഞു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യനാണ്. What were the steps taken by the rulers in India in medieval period for the progress in trade? What were the steps taken by the rulers in India in medieval period for the progress in trade? എന്താണ് അതിൻ്റെ അർത്ഥം? വാണിജ്യ പുരോഗതിക്കായിട്ട്, ട്രേഡിൻ്റെ പുരോഗതിക്കായിട്ട്, പ്രോഗ്രസ് ഇൻ ട്രേഡ് വാണിജ്യ പുരോഗതിക്കായിട്ട് മിഡീവിയൽ ഇന്ത്യയിലെ റൂളേഴ്സ് ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? വാണിജ്യ പുരോഗതിക്കായിട്ട് മിഡീവിയൽ ഇന്ത്യയിലെ ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയായിരുന്നു? നോക്കിക്കോളൂ. ഇതാണ് എൻ്റെ ആൻസർ വരുന്നത്. എന്താണ്? കൺസ്ട്രക്റ്റഡ് റോഡ് കണക്റ്റിംഗ്. എന്താണ്? പ്രധാന നഗരങ്ങളെ തമ്മിൽ കണക്റ്റിംഗ് മേജർ സിറ്റീസ്. കൺസ്ട്രക്റ്റഡ് റോഡ് കണക്റ്റിംഗ് മേജർ സിറ്റീസ്. എന്താണ്? പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ നിർമ്മിച്ചു. 2ാമത്തെ പോയിന്റ് എന്താണ്? ഗ്രാൻഡഡ് ലോൺസ് ടു ട്രേഡേഴ്സ്. TRADERS ആണ്. TN പോലെ ഇരിക്കുന്നത് അല്ലേ?
TRADERS ട്രേഡേഴ്സ് ഗ്രാൻഡഡ് ലോൺസ് ടു ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാണ്? വ്യാപാരികൾക്ക് വായ്പ അനുവദിച്ചു. മൂന്നാമത്തെ പോയിന്റ് കൺസ്ട്രക്റ്റഡ് സറൈസ് എന്ന് വെച്ചാൽ എന്തുവാണ്? വിശ്രമ മന്ദിരങ്ങൾ പണിതു. നാലാമത്തെ പോയിന്റ് ഇംപ്ലിമെൻറ്റഡ് യൂണിഫോം ടാക്സേഷൻ എന്ന് വെച്ചാൽ എന്താ? ഏകീകൃത നികുതി ഏർപ്പെടുത്തി. അടുത്തത് പോസ്റ്റൽ ഫെസിലിറ്റീസ് വെയർ മെയ്ഡ് എഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ എന്താ? തപാൽ സൗകര്യം കാര്യക്ഷമമാക്കി. ലാസ്റ്റ് വൺ ഇംപ്ലിമെൻറ്റ് എഫിഷ്യൻറ്റ് കോയിനേജ് സിസ്റ്റം കാര്യക്ഷമമായ നാണയ നിർമ്മാണ സംവിധാനം നടപ്പിലാക്കി. അപ്പോൾ എന്തൊക്കെയാണ്? കൺസ്ട്രക്റ്റഡ് റോഡ്സ് കണക്റ്റിംഗ് മേജർ സിറ്റീസ്, ഗ്രാൻഡഡ് ലോൺസ് ടു ട്രേഡേഴ്സ്, പിന്നെ അടുത്ത പോയിന്റ് കൺസ്ട്രക്റ്റഡ് സറൈസ്, അടുത്ത പോയിന്റ് ഇംപ്ലിമെൻറ്റഡ് യൂണിഫോം ടാക്സേഷൻ, അടുത്തത് പോസ്റ്റൽ ഫെസിലിറ്റീസ് വെയർ മെയ്ഡ് എഫിഷ്യൻറ്റ്, അടുത്തത് ലാസ്റ്റ് വൺ ഇംപ്ലിമെൻറ്റ് എഫിഷ്യൻറ്റ് കോയിനേജ് സിസ്റ്റം. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഒന്നുകൂടെ പറയണോ അതിൻ്റെ ഇത്? പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ നിർമ്മിച്ചു, വ്യാപാരികൾക്ക് വായ്പ അനുവദിച്ചു, പിന്നെ എന്താണ്? വിശ്രമ മന്ദിരങ്ങൾ നിർമ്മിച്ചു, ഏകീകൃത നികുതി സംവിധാനം ഏർപ്പെടുത്തി, തപാൽ സൗകര്യം കാര്യക്ഷമമാക്കി, പിന്നെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള നാണയ നിർമ്മാണ സംവിധാനം, അതായത് കോയിനേജ് എന്ത് ചെയ്യും? നിർമ്മാണ സംവിധാനം എന്ത് ചെയ്തു? നടപ്പിലാക്കി. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇന്ത്യയിലെ ഭരണാധികാരികൾ ചെയ്ത കാര്യങ്ങളാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇതായിട്ടാണ് വരുന്നത്. അപ്പം ഇതിപ്പോൾ ഇച്ചിരി ലെങ്തി വീഡിയോ ആയെന്ന് തോന്നുന്നു. ഇനി ബാക്കി 3 ക്വസ്റ്റ്യനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല ഒത്തിരി സമയമുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ പാർട്ട് 1 ആക്കിക്കൊണ്ട് ഇന്നത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് അയക്കാവുന്നതാണ്. ഞാൻ കുറേ കമൻറ്റുകൾ കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് ചില കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എല്ലാ കമൻറ്റും ഞാൻ കാണുന്നുണ്ട്, ചിലത് മാത്രം എനിക്കെന്തോ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു പ്രോബ്ലം അതിലുണ്ട്. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.